നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പം എല്ലാവരും സ്റ്റോക്കിൻ്റെ ബൈയിങ് ലെവൽസ് പറഞ്ഞിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ക്യാപിറ്റൽ എങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ടൈമൊക്കെ കുറച്ചായിരിക്കും കിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ തിരഞ്ഞെടുക്കണം ഏത് തരം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമെന്ന്. അപ്പം അതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ 10ാമത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 10ാമത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി ഒന്ന് 10ാമത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും കൂടെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. മുമ്പോട്ട് സ്വിംഗ് ട്രേഡിങ് വീഡിയോസൊക്കെ ചെയ്യുമ്പം വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് എത്ര ക്യാപിറ്റൽ സ്വിംഗ് ട്രേഡിലേക്ക് ഉപയോഗിക്കണം, അതുപോലെ തന്നെ ഏത് സ്റ്റോക്കിൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൽ എൻട്രി എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് നമ്മൾ ടോട്ടലായിട്ട് 3 എണ്ണമാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്താണ് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടാമത്താണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, മൂന്നാമത്താണ് സ്വിംഗ് ട്രേഡിങ്. അപ്പം ഇതിൻ്റെ അകത്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ട്രേഡിംഗ് പ്ലാന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ ഫുള്ള് കണ്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും ഏത് തരം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം, അതിൻ്റെ അകത്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും അനുയോജ്യം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ഒന്നുകിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂട്ടത്തിൽ ചെയ്യാം. അപ്പം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് സെപ്പറേറ്റ് ഓപ്പൺ ആക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ഡിമാറ്റ് അക്കൗണ്ടും ഈ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഈ ഒരു കൺസെപ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഡിമാറ്റ് അക്കൗണ്ട്. അപ്പോൾ 2 ഡിമാറ്റ് അക്കൗണ്ടാണ് ഏറ്റവും അനുയോജ്യം. തീർച്ചയായിട്ടും സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ ബ്രോക്കിംഗ് ഇങ്ങനെയുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ് നമ്പർ 1 ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. നല്ല പ്ലാറ്റ്ഫോംസാണ്. തീർച്ചയായിട്ടും അതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അവിടെ പോയി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പിനെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് തരം മാർക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എങ്ങനെയുള്ളവർക്കൊക്കെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SIP, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് 2000 രൂപ വെച്ച് നമ്മൾ ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ, 2000 നിങ്ങൾക്ക് എത്രയാണെങ്കിലും നമ്മുടെ സാലറിയുടെ ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസവും നിങ്ങൾ മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും നല്ലതാണ്. അതായത് നല്ല സ്റ്റോക്കുകൾ നല്ല വാല്യുവേഷനിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി ഒപ്പം ടെക്നിക്കൽ അനാലിസിസും കൂടെ ക്ലബ്ബ് ചെയ്ത് നിങ്ങൾക്ക് SIP മുഖേന നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്ലോസമായിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്, ബ്ലോസം എമൗണ്ട്, അതായത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് 50,000 രൂപ ഒന്നിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ആണ് എന്ത് ചെയ്യണം, എത്ര എമൗണ്ട് ലോങ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയുള്ള സ്റ്റോക്ക് ആഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇങ്ങനെ ബ്ലോസമായിട്ട് കുറച്ച് എമൗണ്ട് ഒന്നിച്ചുള്ളവർ, അതായത് 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ഒന്നിച്ചുള്ളവർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും ഒപ്പം ഷോർട്ട് ടൈം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് തീർച്ചയായിട്ടും ക്ലബ്ബ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം നമ്മൾ കൂടുതലായിട്ടും SIP ആയിട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ബാക്കിയുള്ള 2, അതായത് സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം ഒഴിവാക്കുക. കാരണം അവരുടെ ക്യാപിറ്റൽ വളരെ കുറവാണ്. ഈ 2000-3000 രൂപയൊക്കെ ആഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും അനുയോജ്യം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ SIP ആയിട്ട് മന്ത്ലി SIP ആയിട്ടൊക്കെ ചെയ്യുന്നവരെ നമ്മൾ ഇവിടെ ഇനി കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ബ്ലോസമായിട്ട്, അതായത് കുറച്ച് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഒന്നിച്ചുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് ബാക്കിയുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ബ്ലോസമായിട്ട് കുറച്ച് എമൗണ്ട് കയ്യിലുള്ളവർ എത്ര എമൗണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആഡ് ചെയ്യണം,
അതാണ് നമ്മളിനി മുമ്പോട്ട് കാണാൻ പോകുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിൻ്റെ 40% ഇൻവെസ്റ്റ്മെൻറ്റ്, 40% നമ്മുടെ ക്യാപിറ്റലിൻ്റെ 40% ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പം ഞാനിവിടെ ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് 30%, 40%, 50% ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നതാണ്. അപ്പം 40% ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പം ഏത് തരം സ്റ്റോക്സാണ് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളിവിടെ സ്റ്റോക്സ് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോക്ക് വെയിറ്റേജ്. നമ്മൾ ആദ്യം തന്നെ ലോങ് ടൈമിലേക്ക് ഇപ്പോൾ 40% നമ്മൾ മാറ്റി വെച്ചു നമ്മുടെ ടോട്ടൽ എമൗണ്ടിനെ. അതിൻ്റെ അകത്ത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലിൻ്റെ 60% നിഫ്റ്റി 50 സ്റ്റോക്സ് ആഡ് ചെയ്യുക. നിഫ്റ്റി 50 സ്റ്റോക്സ് 60% ആഡ് ചെയ്യുക. അപ്പം അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കും. ബാക്കി 30% സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം. 30% സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്. കാരണം അത് കുറച്ചും കൂടെ നല്ല ഗ്രോത്ത് തരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു നല്ല രീതിയിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയതിന് ശേഷം സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. അതിൻ്റെ അകത്ത് നല്ലൊരു റിട്ടേൺസ് നമ്മുടെ പോർട്ട്ഫോളിയോ കൂടുതലായിട്ട് മുമ്പോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സ്റ്റോക്ക് താഴോട്ട് നെഗറ്റീവ് ബിയറിഷ് മോഡിലേക്ക് അല്ലെങ്കിൽ താഴോട്ട് പോവുകയാണെങ്കിൽ അത് താഴോട്ടും പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു 30% എറൗണ്ട് അപ്രോക്സിമേറ്റ് 30% ആഡ് ചെയ്യുക ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്. അതുപോലെ തന്നെ മൾട്ടി ബാഗർ സ്റ്റോക്സ്, അതായത് നമുക്ക് ചെറിയ വിലയ്ക്ക് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും 50 രൂപയ്ക്കും കിട്ടുന്ന നമുക്ക് പെന്നി സ്റ്റോക്സ്, ഇങ്ങനെയുള്ള സ്റ്റോക്സ് എല്ലാം നമുക്ക് ഒരു 10% നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം മൾട്ടി ബാഗറാണ്, നമുക്ക് നല്ലൊരു റിട്ടേൺസ് ചിലപ്പോൾ തരാം, ചിലപ്പോൾ തരാതിരിക്കാം. എങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മൾട്ടി ബാഗർ സ്റ്റോക്സും ആഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും നല്ല രീതിയിൽ നടത്തിയിട്ട് ഈ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, മൾട്ടി ബാഗർ സ്റ്റോക്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എത്ര % നമ്മുടെ ക്യാപിറ്റലിൻ്റെ യൂട്ടിലൈസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റോക്സ് എത്ര % നമ്മുടെ സ്റ്റോക്ക് വെയിറ്റേജ് കൊടുക്കണമെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു എക്സാമ്പിളായിട്ട് പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പം എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. അപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മുടെ 1 ലക്ഷം രൂപയുടെ 40% ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മുടെ 1 ലക്ഷത്തിൻ്റെ 40% അതെത്രയാണ്? 40,000 രൂപ. അപ്പം 40,000 രൂപ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ കണക്ക് കൂട്ടി 40,000 രൂപ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിഫ്റ്റി 50 സ്റ്റോക്സ് 60% നിഫ്റ്റി 50 സ്റ്റോക്ക് ആഡ് ചെയ്തു. അതായത് 40,000 രൂപയുടെ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,000 രൂപ. 24,000 രൂപ. അപ്പം അതിനുശേഷം സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലേക്ക് നമ്മൾ 30%, അതായത് 40,000 രൂപയുടെ 30% 12,000 രൂപ നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ മൾട്ടി ബാഗർ സ്റ്റോക്സിലേക്ക് നമ്മൾ 40,000ൻ്റെ 10%, അതായത് 4,000 രൂപ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം സ്റ്റോക്സിൽ എൻട്രി എടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ലോങ് ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നിഫ്റ്റി 50 സ്റ്റോക്സിൽ 24,000 രൂപ ഒന്നിച്ചല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നല്ല വാല്യുവേഷനിലേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് കുറച്ച് എമൗണ്ട്, അതായത് പല സെക്ടറിൽ നിന്ന് നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് പോകുക. അപ്പം ചിലപ്പോൾ ഈ സമയത്ത് നല്ല സ്റ്റോക്കിൽ നല്ല വാല്യുവേഷൻ ലഭിക്കണമെന്നില്ല. അപ്പം നല്ല വാല്യുവേഷനിലേക്ക് വരുമ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. നല്ല സപ്പോർട്ട് റീജിയനിലേക്ക് വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും എമൗണ്ട് ആഡ് ചെയ്ത് പോർട്ട്ഫോളിയോയിൽ ഓരോ സ്റ്റോക്സ് ആഡ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ആവറേജിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ തീർച്ചയായിട്ടും ആവറേജിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് സ്റ്റോക്ക് താഴോട്ട് പോരുകയാണെങ്കിൽ കുറച്ച് മേടിക്കുക, അതിനുശേഷം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുവാണെങ്കിൽ അടുത്ത സപ്പോർട്ട് റീജിയനിൽ വീണ്ടും നമുക്ക് സ്റ്റോക്ക് ആവറേജ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം ആവറേജ് ചെയ്യുക. പിന്നെ ഈ സ്റ്റോക്സുകളൊക്കെ മാക്സിമം അല്ലെങ്കിൽ മൾട്ടി ബാഗർ സ്റ്റോക്സ് മാക്സിമം ആവറേജ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ ട്രേഡിംഗ് രീതിയാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ മാർക്കറ്റിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതിൻ്റെ ഒപ്പം ഒന്നുകിൽ ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്. വേണമെങ്കിൽ 3 ക്ലബ് ചെയ്തെടുക്കാം. പക്ഷേ നമ്മളിപ്പം 2ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടാമത്തെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു
സ്വിംഗ് ട്രേഡിങ്. അപ്പം നമുക്ക് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കേസ്, ഇവിടെ SIP ആയിട്ടുള്ളവരൊന്നും ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരല്. കാരണം നമുക്കൊരു ക്യാപിറ്റൽ വേണം. നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1-2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നമുക്ക് ഒരു 10% അല്ലെങ്കിൽ എബോ 10% ആൻഡ് എബോ റിട്ടേൺസ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് അവിടെ നിന്ന് സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആയി വീണ്ടും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ സ്റ്റോക്കിൽ എൻട്രി എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ബ്ലോസമായിട്ട് കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമാണ് നമ്മൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നത്. അപ്പം ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 40% ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആഡ് ചെയ്തു. ബാക്കി 60% ഓഫ് ക്യാപിറ്റൽ, 60% ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അപ്രോക്സിമേറ്റ് 50, 60, 65, 70 വരെയൊക്കെ ആകാം. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ വെയിറ്റേജ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലെ വെയിറ്റേജ് Nifty 50 സ്റ്റോക്സിന് കൊടുക്കുക. അതായത് 90%, അറൗണ്ട് 90 സംതിങ് പെർസെൻറ്റേജ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി Nifty 50 സ്റ്റോക്സിന് കൊടുക്കുക. കാരണം അവിടെ മൂവ്മെൻറ്റ് നിഫ്റ്റിയുടെ ഒപ്പം ആയിരിക്കും Nifty 50 സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ്. അതായത് നിഫ്റ്റി മുകളിലേക്ക് പോകണമെങ്കിൽ അതനുസരിച്ചാണ് ഒരു ഈക്വൽ മൂവ്മെൻറ്റ്സ് ആയിരിക്കും Nifty 50 സ്റ്റോക്സ് വരുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് 5%, 10% ഇത്രയും മൂവ് ചെയ്യില്ല. ഒന്നെങ്കിലും മുകളിലേക്ക് പോകത്തില്ല, അല്ലെങ്കിൽ താഴോട്ട് പോകില്ല. അപ്പോൾ കുറച്ചും കൂടെ സേഫാണ്. അതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ആവറേജ് ചെയ്യാം സ്റ്റോക്സ്, നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ Nifty 50 സ്റ്റോക്സ് ആഡ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുകയാണ്. അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല രീതിയിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ബാക്കി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് ആഡ് ചെയ്യുക. കാരണം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ Nifty 50 നല്ല സ്റ്റോക്സുകൾ നല്ല വാല്യുവേഷനിലേക്ക് വരുമ്പോഴത്തേനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുകയാണെങ്കിൽ, മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ്. ഓൾറെഡി 10% ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുവാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ആവറേജ് ചെയ്യും. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നില്ല, നമ്മൾ ആവറേജ് ചെയ്യുകയാണ്. അതായത് വീണ്ടും മുകളിലേക്ക് പോകുമ്പം ആവറേജ് ചെയ്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോകുമ്പം ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ ആവറേജ് ചെയ്ത് വീണ്ടും നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു പ്രോഫിറ്റ് എടുത്ത് നമ്മൾ എക്സിറ്റ് ആവുകയാണ്. അപ്പം അതിനാണ് ആവറേജിങ് എന്ന കൺസെപ്റ്റ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കുക. അപ്പം ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പം എൻ്റെ കയ്യിൽ 1 lakh രൂപയാണ് ഉള്ളത്. അപ്പം 1 ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ 40,000 രൂപ മാറ്റി വെച്ചു. ബാക്കി 60,000 രൂപയാണ് നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ സ്റ്റോക്ക് വെയിറ്റേജ് Nifty 50 സ്റ്റോക്സിൽ 54,000 രൂപ നമ്മൾ Nifty 50 സ്റ്റോക്കിലാണ് കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഡയറക്റ്റ് 54,000 രൂപ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പല സ്റ്റോക്കിൽ ഒരു 4-5 സ്റ്റോക്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ക്യാപിറ്റൽ മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സേഫാണ്. അതായത് അവിടെ നിന്നൊരു കറക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് റീജിയണിൽ വീണ്ടും നമ്മുടെ കയ്യിലുള്ള 54,000 കുറച്ച് എമൗണ്ട്, ബാക്കിയുള്ള എമൗണ്ട് കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ആവറേജ് ചെയ്ത് പിന്നെ മുകളിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു റിട്ടേൺ എടുത്ത് എക്സിറ്റ് ആകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ കാര്യവും മനസ്സിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ചാനലിൽ ഈ 2 കൺസെപ്റ്റിലാണ് കൂടുതലായിട്ടും നമ്മൾ വീഡിയോസ് ചെയ്തത്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന Nifty 50 സ്റ്റോക്സിൻ്റെ വീഡിയോസാണ്, ബൈയിങ് ലെവൽസാണ് എല്ലാ ആഴ്ചയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനും ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനും വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നെക്സ്റ്റ് വീക്കിൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനും സ്വിംഗ് ട്രേഡിങ്ങിനും കുറച്ച് വേരിയേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ആവറേജ് യൂസ് ചെയ്യുന്നുണ്ട്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ആവറേജ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വിംഗ് ട്രേഡിങ്ങിന് നമ്മൾ ആവറേജ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാം സ്വിംഗ് ട്രേഡിങ്. ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ട്യൂട്ടോറിയലോട് കൂടിയത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ആദ്യമേ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് കൂടുതലായിട്ട് ബ്ലോസം എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടെയും സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര എമൗണ്ട് ആണോ ക്യാപിറ്റലിൽ യൂട്ടിലൈസ് ചെയ്ത് അത്രയും പെർസെൻറ്റേജ് തന്നെയാണ് നമ്മൾ ഇവിടെ സ്വിംഗ് ട്രേഡിങ്ങിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ക്യാപിറ്റലിൻ്റെ 60%, 60% ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പ്രീ ഡിഫൈൻഡ് റിസ്ക് ആൻഡ് റിവാർഡ്. അപ്പം തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, നമുക്ക് എൻട്രി ലെവല് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എക്സിറ്റ് ലെവല് തീർച്ചയായിട്ടും നേരത്തെ തന്നെ
മുൻകൂട്ടി തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം. ഇൻ കേസ് അത് മുകളിലേക്ക് നമുക്ക് റിസ്ക് ആൻഡ് റിവാർഡ്, അതായത് ഒന്നെങ്കിൽ ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ താഴോട്ട് വരാം. അപ്പം മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് വ്യക്തമായിട്ട് നമ്മൾ നിശ്ചയിച്ച് വെക്കണം. താഴോട്ട് വരുവാണെങ്കിൽ വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ മുൻകൂട്ടി കണക്കാക്കി വെക്കണം റിസ്ക് എത്രയാണെന്ന്. അപ്പം റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം, ടാർഗറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്വിംഗ് ട്രേഡിങ്ങിൽ. ഒരിക്കലും ആവറേജിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഒരിക്കലും ആവറേജിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് വെയിറ്റേജ്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സ് ഏത് തരം സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്യും. എനി ടൈപ്പ് ഓഫ് സ്റ്റോക്സിൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യും. മാക്സിമം ഒരു കാര്യം മാത്രം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഡയറക്റ്റ് അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കുകൾ, ചെറിയ സ്റ്റോക്കുകൾ, ഇതിൻ്റെ അകത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കിലും ഏത് സ്റ്റോക്കിൽ വേണമെങ്കിലും നമുക്ക് സ്വിംഗ് ട്രേഡിങ് എൻട്രീസ് എടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് സ്റ്റോക്കിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് 5%, 8%, 10% ഈ റേഞ്ചിൽ നമുക്കൊരു റിട്ടേൺ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ സ്റ്റോക്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് 100 രൂപയുടെ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ലൊരു ബൈങ് ലെവൽസ് ലഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും 90 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ 10 രൂപ നഷ്ടത്തിൽ നമ്മളത് എക്സിറ്റ് ആകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവറേജിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല ഇവിടെ. നമ്മൾ 100-ന് എൻട്രി എടുത്തതിന് ശേഷം 110-ലാണെങ്കിൽ 110-ൽ ടാർഗറ്റ് നമ്മുടെ ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എക്സിറ്റ് ആകും. തീർച്ചയായിട്ടും 1:1, അതായത് 10 രൂപയുടെ നഷ്ടം 10 രൂപയുടെ ലാഭം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളങ്ങനെ റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയായിരിക്കും സ്വിംഗ് ട്രേഡിങ്ങിൽ എൻട്രീസ് എടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ 1 lakh രൂപയാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ 40% യൂട്ടിലൈസ് ചെയ്തു, 40,000 രൂപ. ബാക്കി സ്വിംഗ് ട്രേഡിങ്ങിൽ 60,000 രൂപ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോവുകയാണ്, 60,000 രൂപ. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ മിനിമം 1:1 ഉണ്ടായിരിക്കണം, മിനിമം. അല്ലാതെ 5 രൂപയുടെ ടാർഗറ്റിന് വേണ്ടി 10 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മിനിമം ഏറ്റവും കുറഞ്ഞ ഏറ്റവും നല്ലത് കുറച്ച് റിസ്ക് റിവാർഡ് റേഷ്യോ 1:, റിസ്ക് 1, റിവാർഡ് 1:2, 1:3, മിനിമം ഇത്രയൊക്കെ റിവാർഡ് കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതായത് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നമ്മളൊരു 5 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിളായിട്ട് 5 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 1-2 സ്റ്റോക്സ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ നമ്മുടെ 2-3 സ്റ്റോക്സ് ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണെങ്കിൽ നല്ലൊരു റിട്ടേൺസ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വിംഗ് ട്രേഡിങ്ങിൽ. അപ്പം ആവറേജിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യും. അതിൻ്റെ അകത്ത് അപ്പം ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരരുത് നിങ്ങൾ ഏത് തരം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമൊക്കെ. അപ്പം ഈ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണെങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് മറ്റ് ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് മാർക്കറ്റ് വാച്ച് ചെയ്യുക. നല്ല വാല്യുവേഷനിൽ വരുന്ന സ്റ്റോക്സിൽ GTT ഓർഡർ, സെറോദയിലാണെങ്കിൽ GTT ഓർഡർ ഉണ്ട് സെറോദയിൽ. അപ്പം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. എത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാനും അതിനുശേഷം ഒരു സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും അത് എക്സിറ്റ് ആകും. അപ്പോൾ നമുക്ക് ഒത്തിരി ടൈമൊന്നും വേണ്ട, പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം മുമ്പോട്ടുള്ള വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ ട്യൂട്ടോറിയൽ വീഡിയോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അടുത്തതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ പ്രിഡിക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതിന് വളരെ വ്യൂസ് കുറവാണ്. പക്ഷേ നമ്മൾ സ്റ്റോക്സിനെ കുറിച്ച് ഇടുമ്പോൾ വ്യൂസ് കിട്ടുന്നുണ്ട്. എല്ലാവരും സ്റ്റോക്സിൻ്റെ പുറകെ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ പ്രിഡിക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിഫ്റ്റി ഇനി എങ്ങോട്ട് മൂവ് ചെയ്യും, അതായത് നമ്മൾ സ്റ്റോക്സിൽ എൻട്രി എടുത്തു കഴിഞ്ഞാലും മാക്സിമം നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് തന്നെയാണ് നമ്മുടെ നിഫ്റ്റി 50-ലെ സ്റ്റോക്സ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും എല്ലാം ഒരു മൂവ്മെൻറ്റ് നമുക്ക് കൂടുതലും കിട്ടുന്നത് നിഫ്റ്റി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റോക്സും മുകളിലേക്ക് പോകും. നിഫ്റ്റി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റോക്സും നെഗറ്റീവായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് എവിടെയൊക്കെ എൻട്രി എടുക്കാം, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള സ്റ്റോക്സിൻ്റെ ബൈയിങ് ലെവൽസ് അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ചെയ്യേണ്ടത്, സ്വിംഗ് ട്രേഡിംഗ് ആണോ ചെയ്യേണ്ടത്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കുക. ഏറ്റവും ബെസ്റ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഒന്നുകിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യുക, ഒപ്പം
അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് ആഡ് ചെയ്യുക. വേണമെങ്കിൽ മൂന്നും ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.